പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL പുനരാരംഭിക്കുന്നു എന്ന സന്തോഷത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ. ഫ്രാഞ്ചൈസികൾ അവരുടെ ക്യാമ്പുകളിൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം പരിശീലനം തുടങ്ങിയത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗില്ലും സംഘവും നീണ്ട നേരം പരിശീലനം നടത്തിയത്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസും പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ വീണ്ടും പരിശീലന ക്യാമ്പിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള മത്സരത്തിൽ വാരിയലിന് പരിക്കേറ്റ സഞ്ജു മൈതാനം വിട്ടുപോയിരുന്നു. ഇതിനുശേഷം റോയൽസിന്റെ പ്ലേയിങ് 11-ൽ സഞ്ജു ഉണ്ടായിരുന്നില്ല. രാജസ്ഥാൻ റോയൽസ് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് സഞ്ജു പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നായിരുന്നു IPL 2025 നിർത്തിവെക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നത്. ഈ സീസണിൽ സഞ്ജു ഇനി പ്ലേയിങ് 11-ൽ ഉൾപ്പെടാൻ സാധ്യതയില്ലെന്ന് ഇതോടെ ആരാധകരും കരുതി. എന്നാൽ സീസൺ കുറച്ചുനാൾ നിർത്തിവെച്ചതുകൊണ്ട് പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ച് ക്യാമ്പിലെത്താൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്. ഇതോടെ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ സജീവമായിരിക്കുകയാണ് സഞ്ജു സാംസൺ. നിലവിൽ IPL സീസണിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് പുറത്തായെങ്കിലും സഞ്ജു സാംസൺ തിരിച്ചെത്തി എന്ന സന്തോഷം ആരാധകരിലുണ്ട്. എന്നാൽ സഞ്ജു ഏത് റോളിലായിരിക്കും ടീമിൽ എത്തുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിക്കുമോ അതോ ഈ സീസണിന്റെ തുടക്കത്തിലെ 3 മത്സരങ്ങളിൽ എന്നതുപോലെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സഞ്ജുവിന്റെ ഒഴിവിൽ ഓപ്പണറായി തിളങ്ങിയ വൈഭവ് സൂര്യവംശി പ്ലേയിങ് 11-ൽ ഉണ്ടാകുമോ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗിൽ സഞ്ജുവിന് പകരം ഇറങ്ങിയ വൈഭവ് സൂര്യവംശി 35 പന്തിൽ സെഞ്ചുറി നേടി ചരിത്രം കുറിച്ചെങ്കിലും പിന്നീട് നടന്ന മത്സരങ്ങളിൽ ഫ്ലോപ്പ് ആവുകയായിരുന്നു. അതുകൊണ്ട് ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിന് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ സൂര്യവംശി ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. IPL 2025-ൽ നിന്ന് പുറത്തായെങ്കിലും ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ തകർപ്പൻ ജയം സ്വന്തമാക്കുക എന്നതായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം. നായകനായിട്ടാണ് സഞ്ജു ഇറങ്ങുന്നതെങ്കിൽ ഇനിയുള്ള 2 മത്സരങ്ങളിലും റോയൽസിനെ വിജയിപ്പിക്കാൻ സാധിച്ചാൽ സഞ്ജുവിന് അത് ഗുണം ചെയ്യും. സഞ്ജു നായകനായതിനു ശേഷം തീർത്തും മോശം പ്രകടനത്തിലൂടെ പോകുന്ന രാജസ്ഥാൻ റോയൽസിനെ ആരാധകർക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒന്നാണ്. ഇത്തവണത്തെ റോയൽസിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണവും താരത്തിന്റെ പരിക്കിനെ തുടർന്നുള്ള വിട്ടുനിൽക്കൽ തന്നെയാണ്. സഞ്ജുവിന്റെ അഭാവം ടീമിനെ നന്നേ ബാധിച്ചുവെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സഞ്ജു തിരിച്ചു പരിശീലന ക്യാമ്പിൽ എത്തുമ്പോൾ അത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നുണ്ട്. ശേഷിക്കുന്ന 2 മത്സരങ്ങൾ സഞ്ജു ഒരുക്കുന്ന ഒരു ഗംഭീര വിരുന്നായിരിക്കും എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ താരം ഫോമിലാണെന്ന് BCCI സെലക്ടർമാരെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് അവസാന 2 മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. 2022-ലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിൽ 11 മത്സരങ്ങളിൽ നിന്ന് 8 വിജയങ്ങൾ ഉൾപ്പെടെ 16 പോയിന്റുമായി പട്ടികയിൽ 1-ാം സ്ഥാനത്തുണ്ട്. പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഗുജറാത്ത് ടൈറ്റൻസിന് ഇനി ഒരു വിജയം മാത്രം മതി. പാകിസ്ഥാനുമായുള്ള സംഘർഷം കാരണം ടൂർണമെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് ആഭ്യന്തര കളിക്കാർ നാട്ടിലേക്ക് മടങ്ങുകയും വിദേശ കളിക്കാർ ഇന്ത്യ വിടുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് കിങ്സ് പരിശീലക സ്റ്റാഫിലെ അംഗങ്ങളായ റിക്കി പോണ്ടിംഗ്, ബ്രാഡ് ഹാർഡിൻ, ജെയിംസ് ഹോബ്സ് എന്നിവർ രാജ്യത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചതായും റിപ്പോർട്ട് വന്നിരുന്നു. മറ്റു താരങ്ങളെ ഉടനെ തിരിച്ചു വിളിച്ചേക്കും.